നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗോരഖ്പൂർ കൊച്ചുവേളി ട്രെയിനിലെ കണ്ടാലറയ്ക്കുന്ന കാഴ്ചകൾ. ഏഞ്ചൽ എന്ന യുവതി അയച്ചു തന്ന ചില ദൃശ്യങ്ങൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുകയാണ്. ഇനി നിങ്ങൾ പ്രതികരിക്കുക. ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ. കാശ് മുടക്കി ട്രെയിനിൽ കയറിയിട്ട് ഇതും സഹിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ആദ്യം ഈ ദൃശ്യങ്ങൾ കാണൂ, ശേഷം യുവതിയുടെ പ്രതികരണവും കേൾക്കാം. ട്രെയിനിൽ നിരവധി മലയാളികൾ ഉണ്ടായിട്ടും അവരൊക്കെ അത് സഹിച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെ പ്രതികരിച്ച ഏഞ്ചലിനെ അഭിനന്ദിക്കുന്നു. ഇതൊന്നും എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഈ ഒരു വണ്ടികളുടെ അവസ്ഥയൊന്ന് മീഡിയ കവറേജ് ചെയ്ത് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാനിവിടെ. ഇത്രയും വൃത്തികെട്ട ഒരു വണ്ടി, ഈ നോർത്ത് ഇന്ത്യൻകാരുടെ വണ്ടി ഇത്രയും വൃത്തികേടാണെന്നുള്ള ചരിത്രത്തിൽ തെളിയിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ മുക്കി തുപ്പി ഇട്ടേക്കുവാണ്. ബാത്റൂമിൻ്റെ അവസ്ഥ ഒന്ന് കയറി നോക്കാം എങ്ങനെയാണ്. ലോക്കിങ് തുറക്കാൻ പറ്റില്ല, അലൗഡിങ്. ഇതാണ് ബാത്റൂമിൻ്റെ അവസ്ഥ. ഇത് കേട്ടോ, ഇതൊക്കെയാണ് നോർത്ത് ഇന്ത്യൻകാരുടെ വണ്ടിയിലുള്ള അവസ്ഥ. ഇതിൻ്റെ അവസ്ഥ എന്താ നോക്കാം. ഇതതിലും ഡേഞ്ചറായിട്ടുള്ള അവസ്ഥ. ഇതാണ് അവസ്ഥ. ഇത് അടുത്തത് പല്ല് തേച്ച് മുഖം കഴുകുന്ന വാഷിംഗ് മെഷീൻ. അതിൻ്റെ ഒരു ദയനീയ അവസ്ഥയാണ്. ഇത് നാളെ കൊച്ചുവേളിയിൽ നിന്ന് നേരെ ഗോരഖ്പൂർ വണ്ടിയാണ്. അവിടെ വൃത്തിയാക്കത്തില്ല വരും. ഇങ്ങനെ തന്നെ പോകും. എല്ലാ ബാത്റൂമിൻ്റെ അവസ്ഥയും ഇത് ഒരു സൈഡ്. ഇതിൻ്റെ എല്ലാം അടി വരെ ഇത്രയും വൃത്തികേടാണ്. ഞങ്ങളൊക്കെ പൈസ കാണും വണ്ടിയെ കയറുന്നത്. കാരണം ഈ ഇത്രയും വൃത്തിയുടെ വണ്ടിയെ കയറിയിട്ട് യാത്രയുടെ ഗതികേട്, ഞങ്ങളുടെയൊക്കെ ഗതികേട് ഓർമ്മ നോക്കി. പൊതുസമൂഹത്തിൻ്റെ ഗതികേട് ഓർമ്മ നോക്കി. എല്ലാവരും വളരെ കഷ്ടം തോന്നും. ഇതാണ് ട്രെയിനിൻ്റെ അവസ്ഥ. ബാത്റൂമിൽ പോലും കയറാൻ പറ്റില്ല. ഫുള്ള് മുറുക്കി തൊപ്പിട്ടേക്കുന്ന ഓരോ സിഗ്നൽ. റപ്തിസാഗർ എക്സ്പ്രസിലെ വൃത്തിഹീനമായ അന്തരീക്ഷത്തെ കുറിച്ചൊരു വീഡിയോ നമുക്ക് അയച്ചു തന്നിരുന്നു. എന്താണ് ശരിക്കും ആ ട്രെയിനിൽ നടന്നത്? എന്താണ് സംഭവം എന്ന് പറയാമോ? അത് ഞാൻ അവിടെ ഷൊർണൂർ എറണാകുളത്തേക്ക് പോരുമായിരുന്നു. അപ്പൊ ഞാൻ തൃശ്ശൂർ വന്നിട്ട് ട്രെയിൻ പെട്ടെന്ന് കയറിയതാ. അപ്പൊ പെട്ടെന്ന് ട്രെയിൻ കയറി ഈ വണ്ടിയിലാണ് റപ്തിസാഗറിൽ കയറിയത്. സാറിൽ കയറി നമുക്ക് AC-ക്കകത്തോട്ട് ഇങ്ങനെ വളരെ വൃത്തിയോടെ കണ്ടത്. അപ്പൊ AC ഇരിക്കാൻ പറ്റിയില്ല. നേരെ ജനറൽ കമ്പാർട്ട്മെന്റ് വന്നു. ജനറൽ കമ്പാർട്ട്മെന്റ് വരുമ്പോൾ അതിലും വലിയ വൃത്തികേടാണ്.
ഈ ട്രെയിനിലൊക്കെ പാമ്പ് വരെ കയറി കൂടുന്ന അവസ്ഥയാണ് കാണുന്നത്. അത്രയും വൃത്തികേടാണ്. കാരണം ബാത്റൂമിൽ കയറാൻ ആർക്കും പറ്റില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ അധികൃതരോട് ആരോടും പരാതിപ്പെട്ടു? കാരണം ഈ ഒരു വിഷയം പല പ്രാവശ്യം പല സ്ഥലത്തേക്കും പറഞ്ഞിട്ടുണ്ട്, ഇവരെ വൃത്തികേടാന്ന് പക്ഷെ ആരും മൈൻഡ് ആക്കിയിട്ടില്ല. അപ്പോ ഇത് നമുക്ക് ചോദിക്കാനുള്ളതും ഈ റെയിൽവേക്കാരുടെ ഉദ്യോഗസ്ഥരോടാണല്ലോ അതിന്റെ മെയിൻ മേൽപോട്ടിരിക്കുന്ന ആൾക്കാർ ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ഒറ്റ ഒരു കാര്യം, ഞങ്ങളും പൈസയൊക്കെ തന്നിട്ട് വണ്ടിയെ കയറുന്ന ആൾക്കാരാണ്. പക്ഷെ ഇതുപോലെ വൃത്തികേട്ട നമ്മുടെ കേരളത്തിൽ ഇത്രയും വൃത്തികേടില്ല, വണ്ടിയില്ല. പക്ഷെ അവിടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന വണ്ടികളാണ് വളരെ മോശമായിട്ടാണ്. കാരണം നമുക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അത്രയും വളരെ മോശം. ഒരു വെള്ളം പോലും മേടിച്ചു കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ അത്രയും മോശമായിട്ട് കണ്ടത്. അപ്പൊ ഈ AC കമ്പാർട്ട്മെന്റ് മുതലേ ഇങ്ങനത്തെ വൃത്തിഹീനമായ AC കമ്പാർട്ട് മുതലേ ഈ വൃത്തികേട് അന്തരീക്ഷമാണ് കണ്ടേക്കുന്നത്. ഇത് നോർത്തിൽ നിന്നുള്ള ആൾക്കാരായിരുന്നോ ട്രെയിനിൽ അധികം ഉണ്ടായിരുന്നത്? നോർത്തിലും മലയാളീസും ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ മലയാളീസിനൊന്നും മിണ്ടാൻ പ്രതികരിക്കാൻ പേടിയാണ്. കാരണം പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നമുക്കറിയത്തില്ല. ഒപ്പം ഉണ്ടായിരുന്ന മലയാളികളൊക്കെ ഇതേക്കുറിച്ച് പറയുന്നുണ്ട് അവർ പറയുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവരാരും പ്രതികരിക്കുന്നില്ല ഇങ്ങോട്ട്. എല്ലാവർക്കും പേടിയായിരിക്കാം. ഓക്കെ, ഈ ട്രെയിനിലെ TTRനോടൊക്കെ ഈ കാര്യം പറഞ്ഞിരുന്നില്ല? അവരെന്താ? TTRനെ ഇന്ന് കണ്ടില്ല, ഞങ്ങൾ കണ്ടില്ല. അടുത്തേക്ക് എത്തിയില്ല, TTR എത്തിയിട്ടില്ല. കാരണം അവർ ഏതോ ഒരു മൂലയ്ക്കായിരിക്കും നിൽക്കുന്നത്. പക്ഷെ അവരങ്ങോട്ട് വന്നില്ല. കാരണം മലയാളീസ് അല്ലല്ലോ കൂടുതലും അതിനകത്തുള്ളൂ, അവർ മൊത്തം ഉത്തരേന്ത്യക്കാരാണല്ലോ. പക്ഷെ നമുക്കത് അങ്ങോട്ട് അപ്സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മൾ എന്ത് വിശ്വസിച്ച വണ്ടി കയറും? കാരണം അത്രയും വൃത്തികെട്ടൊരു വണ്ടി കയറാൻ തന്നെ ബുദ്ധിമുട്ടാണത്. ഓക്കെ മാഡം.